ഹലോ കൂട്ടുകാരെ, അതെ ഇന്നലെ ഞാൻ ഇവൾക്ക് ഇത്തിരി വെള്ളമൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അവൾ പാറിപ്പറന്ന് വന്നതാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. വെള്ളം കൊടുത്ത നന്ദിയുണ്ട്. കാട്ടിലൊന്നും കുടിക്കാനും തിന്നാനൊന്നും ഇല്ലല്ലോ, കാടൊക്കെ വരണ്ട് കിടക്കുകയാണ്. എല്ലാവരും കുറച്ച് പാത്രത്തിലൊക്കെ വീടിൻ്റെ ഓരത്തൊക്കെ വെള്ളം വയ്ക്കുകയാണെങ്കിൽ അവർക്കൊക്കെ സൂപ്പറായേനെ അല്ലേ. അപ്പോൾ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എനിക്ക് കുടിക്കാനും കുളിക്കാനൊന്നും വെള്ളമില്ല, എങ്കിലും ഉള്ള വെള്ളത്തിൽ നിന്ന് ഇത്തിരി വെള്ളം ഞാൻ പാത്രത്തിലൊക്കെ വെക്കാറുണ്ട്. എല്ലാവരും വന്ന് കുടിക്കാറുണ്ട്. കാക്ക, മയിൽ, എൻ്റെ വീട്ടിലെ ജീവികൾ, അണ്ണാൻ, എല്ലാവരും ഒട്ടുമിക്ക ജീവികളും വന്ന് കുടിച്ചിട്ട് പോകാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ എന്നാ നീ കണ്ടോ എൻ്റെ പീലി കണ്ടോ എന്നും പറഞ്ഞിട്ട് അടിപൊളിയായിട്ട് പീലി എന്ത് ഭംഗിയാലേ, മയിലുകളാടി കുയിലുകൾ പാടി അങ്ങനൊരു പാട്ടില്ലേ, ആ പാട്ട് ഓർമ്മ വരുന്നുണ്ട്. എന്ത് ഭംഗിയാണെന്നറിയോ, സൂപ്പറായിട്ട് എനിക്ക് പീലിയൊക്കെ വിടർത്തി കാണിച്ചു തന്നു. അവൾ ഇന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അവളെ കാണാൻ തന്നെ അവളല്ല അവളാണല്ലേ, നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്തു. വീഡിയോസ് എടുത്തിട്ട് ഇവിടെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഇവിടെ കുറുമ്പ് കാണിക്കണ പൂച്ചക്കുട്ടികൾ, അയ്യോ ഒരു രക്ഷയില്ല. എന്ത് കിട്ടിയാലും അതിനകത്ത് കയറി വലിഞ്ഞ് കയറി കുടുംബം തറവാടായി ഡിങ്കോലാഫി കളിക്കണം രണ്ട് പിള്ളേർ. ഇതാ കണ്ടോ, ഇപ്പോൾ ഇതാ അവിടെ ഒരു ഹെൽമെറ്റ് ഇരുന്നായിരുന്നേ, അതിനുള്ളിൽ കയറിയിട്ട് ഒരാളിരുന്നു. പാണ്ടൻ അതിനുള്ളിൽ കയറിയിരുന്നു, ഇവളിതാ അതിന് പുറത്ത് കയറി അതിനെ വലിച്ച് പൊട്ടിക്കണം എന്നുള്ള മട്ടിലാണ് നിൽക്കുന്നത്. ഗ്ലാസ് ആയതുകൊണ്ട് പിന്നെ പൊട്ടില്ല. എന്നിട്ട് തലകഴായിട്ട് തല തൂക്കുക, എന്നിട്ട് പിന്നെയും ഉള്ളിൽ കയറുക. അവനങ്ങോട്ട് പുറത്തേക്ക് വിട്ടാക്കുന്നില്ല ഇവള്. കണ്ടോ, വല്ല പ്രകാരം ഒന്ന് ചാടി വന്നു കേട്ടോ. ഇതാണ് ഇവരുടെ കുറുമ്പ്. ഇവർ രണ്ടുപേരും ഒരു രക്ഷയില്ല. കുറുമ്പിൻ്റെ കൂടാരാണ്. കുത്തിയിട്ടാൽ മുളയ്ക്കും, അതുപോലത്തെ കുറുമ്പാണ് ഇവർ രണ്ടുപേരും കൂട്ടോ. ഞാൻ ഇത്രയും കുറുമ്പുള്ള പൂച്ചക്കുട്ടികളെ കണ്ടിട്ടില്ല. ഇവിടെ കുറേ പൂച്ചക്കുട്ടികളുണ്ടായിട്ടുണ്ട്, പക്ഷേ ഇവർ രണ്ടുപേരെ പോലെ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പ്രിങ്ങാണ്ടീസുകളാണ് കേട്ടോ, ഭയങ്കര ചെറുതുകളാണ്. എന്ത് കിട്ടിയാലും കളിക്കാട്ട് കൊടുത്താൽ വേഗം കളിക്കും. അപ്പോൾ ഞാൻ രണ്ട് പാന എന്തായാലും 2 ദിവസമായിട്ട് കളിപ്പിച്ചിട്ടില്ല. അവർ 2 പാന ഇട്ട് കൊടുത്തു, അതുകൊണ്ട് ഇത്തിരി നേരം കളിക്കുകയാണ് കേട്ടോ. കളിപ്പാട്ടമായി കൺമണി നിൻ്റെ മുന്നിൽ മനോവീണ വീട്ടുന്നു ഞാൻ, ആ പാട്ടാ ഓർമ്മ വരുന്നുണ്ടേ. എന്ത് രസമല്ലേ, എൻ്റെ കണ്ണും മുഖവും ചുണ്ടും നല്ല രസമാണ്. ആടിനെ കറന്ന് ഞാൻ ഇഷ്ടംപോലെ പാല് കൊടുക്കും. പാല് കുടിച്ച് നേർക്കെല്ലാം കുത്തുന്ന ആടിനെയാണ്. ഇന്ന് ഞാൻ എൻ്റെ ആടുകളിനെ ഒന്ന് വിട്ടിട്ട് ഇവരുടെ കൂടെ കൂട്ട് കുടിക്കാന്നുള്ള ഐഡിയയിലാണ് ഞാൻ വിട്ടത്. ആടുകളിനെ കൂട്ട് കുടിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ആടുകളിനെ വിട്ടിട്ട് വെയിലത്ത് പോയതാണ്. എൻ്റെ ആടുകൾക്ക് ഇവരൊന്നും ആരായിട്ട് കൂട്ടുകൂടുന്ന ഇഷ്ടമല്ല കൂട്ടുകാരെ. പുറത്ത് ആരുമായിട്ട് മേയാത്തത് കൊണ്ടായിരിക്കും, എവിടെയും പോയി മേയാത്തത് കൊണ്ടായിരിക്കും. ഇത് ഒന്നും പുല്ലൊന്നും കിട്ടാത്തത് കൊണ്ട് ഇതാ പ്ലാസ്റ്റിക് കവർ തിന്നാണ് കേട്ടോ. ഇത് അപ്പുറത്ത് ഇക്കടെ ആടയാണ്, എൻ്റെ ആടല്ല. ഒന്ന് വിട്ടതാണ്. എൻ്റെ ആട് തുറുക്ക പിടിച്ച് വീട്ടിലേക്ക് പാഞ്ഞു. ഇവരുടെ കൂടെ ഒന്നും നിൽക്കില്ല കേട്ടോ, ഒരാളുടെ കൂടെ എൻ്റെ ആട് നിൽക്കില്ല. അവർക്ക് അങ്ങനെ പുറത്ത് മേഞ്ഞിട്ട് പോയിട്ട് മേഞ്ഞിട്ടുള്ള ശീലമില്ലാത്ത ആൾക്കാരാണ്. തുണിയും കൊണ്ട് വന്നിരിക്കുകയാണ്. പ്രകാശേട്ടന് വേലയുണ്ട്, അതുകൊണ്ട് ജീവിച്ചു പോണു എളാട്ടില്. ആ എന്നാ ഇരിക്ക അതുക്കുള്ളേ നൈറ്റിയാ, நல்லா இருக்கா നല്ല സൂപ്പറാக இருக்கா. என்ன விலை என்ன விலை 250. ഓ അന്നത്തെ വില തന്നെ, 10 കൊല്ലം മുന്നാടി ഇരുന്ന വില തന്നെ. പതുക്കെ മെതുവാ പോണം. இந்த വീഡിയോ പോട്ടിരിക്കേ 10 കൊല്ലം മുമ്പേ അണ്ണനോട് പിന്നെ എന്തും പറയട്ടെ, പാവം അണ്ണനാണ്. ഇവിടെ അന്ന് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അണ്ണൻ ഭയങ്കര പാവമാണ് കേട്ടോ. അടുത്ത ആഴ്ച വരുമ്പോൾ എനിക്ക് നൈറ്റിയൊക്കെ കൊണ്ട് തരാമെന്നും പറഞ്ഞിട്ട് ഞാൻ ഒരെണ്ണം എടുക്കണം എന്ന് വിചാരിച്ചിട്ടായിരിക്കുന്നത്. അടുത്ത ആഴ്ച കൊണ്ടുവരുമ്പോൾ ഞാൻ വാങ്ങിക്കും. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ മയിൽ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വീടിൻ്റെ തന്നെ വന്നിരിക്കുന്നു. ബ്രൂണോ കടിക്കണം കുരയ്ക്കണം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. പക്ഷേ ബ്രൂണോൻ്റെ അടുത്ത് ഞാൻ ഒന്നും ചെയ്യണ്ട, പാവല്ലേ നമ്മുടെ അല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പാവങ്ങൾ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണ്. വെള്ളം കുടിച്ചു, വയറ് നിറഞ്ഞു. ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അവിടെ അരിയൊക്കെ ഇട്ട്. അപ്പോൾ കോഴികൾക്ക് ഇട്ട് കൊടുത്തൊക്കെ വരും, തിന്നിട്ട് പോകണം. ഓക്കെ ബൈ, ടാറ്റാ ബൈ.